അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 176 വാക്യം നമുക്ക് വായിക്കാം. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയൻ അന്വേഷിക്കണമേ, നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് കാണാതെ പോയ മനുഷ്യവർഗത്തെ തേടി പിടിച്ച് രക്ഷിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ഐഹിക ജീവകാലത്ത് യേശു ചെയ്ത ശുശ്രൂഷകളിൽ മുഴുവൻ നഷ്ടപ്പെട്ട മനുഷ്യരെക്കുറിച്ചുള്ള വേദന അവൻ പ്രകടമാക്കിയിരുന്നു. ആ വേദനയിൽ നിന്നും പുറത്തു വന്ന ഉപമകളാണ് കാണാതെ പോയ ആടും അവകാശം മേടിച്ച് അപ്പനെ വിട്ടുപോയ പുത്രനും. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതിനാൽ ശബ്ദമുയർത്തിയ പള്ളിപ്രമാണിയോട് യേശു പറയുകയാണ്, 18 സംവത്സരം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഇവളെ ഈ ശബ്ബത്ത് നാളിൽ സൗഖ്യമാക്കേണ്ടതല്ലയോ എന്ന്. കഴിഞ്ഞ 18 സംവത്സരവും ആ കൂനിയായി തന്നെ പള്ളിയിൽ വന്നു. ആർക്കും അവളോട് കരുണ തോന്നുകയോ അവളുടെ കൂനിൻ്റെ കാരണം അന്വേഷിക്കുകയോ പ്രതിവിധി കണ്ടെത്തുകയോ ചെയ്തില്ല. എന്നാൽ അന്ന് യേശു അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവളുടെ വിടുതലിൻ്റെ ദിനമായിരുന്നു. വിടുതൽ പ്രാപിച്ചവൾ സന്തോഷിച്ചെങ്കിലും വിടുതൽ കണ്ട പള്ളിപ്രമാണിക്ക് സന്തോഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം കഴിഞ്ഞ 18 വർഷവും പള്ളിപ്രമാണിക്ക് കഴിയാതിരുന്നത് യേശുവിന് കഴിഞ്ഞു. അസൂയ കൊണ്ടായിരിക്കാം യേശു ചെയ്ത പ്രവൃത്തിയെ വിമർശിക്കുവാൻ അവൻ തയ്യാറായത്. എല്ലാവരും സുഖലോലുപതയും അംഗീകാരങ്ങളും അന്വേഷിച്ച് നടന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പട്ടണം തോറും നടന്ന് സുവിശേഷം അറിയിക്കുകയും സാത്താനാൽ ബന്ധിക്കപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഭയം കൊണ്ടും കഴിവില്ലായ്മ കൊണ്ടും ഗദരദേശത്തിലെ ഭ്രാന്തിൻ്റെ അടുത്തേക്ക് ആരും ചെല്ലുവാൻ തയ്യാറായില്ല. അന്ന് അവനും ഒരു വിടുതലിൻ്റെ ദിനമായിരുന്നു. യേശു ആ ഭ്രാന്തിനെ രക്ഷിക്കുവാനായി പടക് കയറി പുറപ്പെട്ടപ്പോൾ താൻ പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. നിലവിളിച്ച് തന്നെത്താൻ ചതച്ചുകൊണ്ട് ശവക്കല്ലറകളിൽ കിടക്കുന്നവനും 6000 ഭൂതങ്ങളാൽ കഷ്ടപ്പെടുന്നവനുമായ ഭൂതഗ്രസ്തനായ ഭ്രാന്തനെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു യേശു അന്ന് പടകിൽ കയറിയത്. ദൈവത്തിൽ നിന്നും സാത്താൻ്റെ കെണിയിൽ എത്തിപ്പെട്ട അവനെ രക്ഷിക്കുവാൻ പോകുന്ന യാത്രയിൽ തങ്ങൾ സഞ്ചരിച്ചിരുന്ന പടകിന് നേരെ വലിയ കാറ്റും കോളും ഉണ്ടായി. യേശു ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അവനെ ഉണർത്തി. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. നമ്മുടെ ജീവിതത്തിൽ യേശു ഉറങ്ങുന്ന അവസ്ഥയിലാണോ? പ്രവർത്തിക്കുവാൻ നാം അവന് സമ്മതിക്കുന്നുണ്ടോ? കുടുംബത്തിലെയും ഹൃദയത്തിലെയും കാറ്റും കോളും ശാന്തമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതെ, അവന് മാത്രമേ കഴിയൂ. അവൻ സകലതും നന്നായി ചെയ്യുന്നവനാണ്. പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് യേശു ശിഷ്യന്മാരോടൊത്ത് ഗദരദേശത്തെത്തിയപ്പോൾ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്നും അവനെ എതിരേറ്റു വന്നു. യേശു അവനിലെ ഭൂതത്തെ പുറത്താക്കി. അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന ഏകദേശം 2000 പന്നികളിലേക്ക് കയറുവാൻ തക്ക അനവധി ഭൂതങ്ങൾ ആയിരുന്നു ആ മനുഷ്യനെ ഒരു ഭ്രാന്തനാക്കി ബന്ധിച്ചിട്ടിരുന്നത്. ദിവസവും അവൻ നിലവിളിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവനെ രക്ഷിക്കുവാൻ പ്രാപ്തൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ നിലവിളിയാണ് അവൻ്റെ രക്ഷയ്ക്കായി യേശു അവിടെ എത്തുവാൻ മുഖാന്തരമായി തീർന്നത്. ഒരു ആടിനും വഴിതെറ്റിപ്പോയാൽ സ്വന്തം ഭവനത്തിലേക്ക് സ്വയമായി വരുവാനുള്ള കഴിവ് ഇല്ല. ഒന്നുകിൽ യജമാനൻ്റെ വിളി കേട്ട് തിരിച്ചറിഞ്ഞ് ആടുകൾ യജമാനൻ്റെ അടുക്കൽ വരയണം, അല്ലെങ്കിൽ ആടിൻ്റെ കരച്ചിൽ കേട്ട് ഇടയൻ ആടിൻ്റെ അടുക്കൽ ചെല്ലണം. ആടുകൾ ശരിയായി ഇടയൻ്റെ ശബ്ദം മാത്രമല്ല, ഇടയൻ്റെ സ്വഭാവം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂതഗ്രസ്തനിൽ നിന്നും ഇറങ്ങിപ്പോയ ഭൂതങ്ങൾ 2000 പന്നികളിലേക്ക് കടന്നു. പന്നികൾ ഓടി കടലിലേക്ക് ചെന്ന് വീർപ്പ് മുട്ടി ചത്തുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയും ഭൂതങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വന്തം ഇടയൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയാതെ പോകുന്നു. എന്നാൽ നിലവിളിക്കുവാൻ അവൻ മറന്നില്ല. അവൻ്റെ നിലവിളിയാണ് അവനെ രക്ഷിച്ചത്. കാണാതെ പോയ ആടിനെ രക്ഷിക്കുവാൻ ഒന്നുകിൽ അത് കരയണം. ആടിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് ഇടയൻ അത് നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കി ഓടിച്ചെന്ന് അതിനെ രക്ഷിക്കുന്നു. അതല്ല എങ്കിൽ ഇടയൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആട് മടങ്ങി വരയണം. അതിനുള്ള കഴിവ് മനുഷ്യ ആടുകളായ നമുക്ക് ഇല്ല.
119 സങ്കീർത്തനം 176 വാക്യത്തിൽ എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, കർത്താവേ, ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അങ്ങ് എന്നെ അന്വേഷിക്കണമേ എന്ന് നിലവിളിച്ചാൽ നിശ്ചയമായും നമ്മെ പ്രതിസന്ധിയിലാക്കുന്ന സാത്താനെ നമ്മിൽ നിന്നും അകറ്റി നമ്മുടെ ആത്മാവിൽ സമാധാനം തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. പന്നികൾ അനവധി നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഇടയന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു പരാതിയുമായി. അവർക്ക് വലിയത് അവരുടെ പന്നികളാണ്. ഒരു പന്നിക്ക് നല്ല വില കൊടുക്കണം. എന്നാൽ യേശുവിന് വലിയത് ഭൂതഗ്രസ്തനായിരുന്നു. അവൻ്റെ വില മുഴു ലോകത്തെക്കാളും വലിയ വിലയാണ്. ഭൂതഗ്രസ്തനും നമുക്കും വേണ്ടി യേശു കൊടുത്ത വില യേശുവിൻ്റെ രക്തമാണ്, യേശുവിൻ്റെ ജീവനാണ്. പന്നികളുടെ ഇടയനാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, പന്നികളുടെ ഇടയന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. കാരണം അന്ന് വരെയും ആരെയും വഴി നടക്കുവാൻ സമ്മതിക്കാതെ തന്നെത്താൻ ചതച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും നിലവിളിച്ച് വസ്ത്രം പോലും ധരിക്കാതെ ഭ്രാന്തനായി ജീവിച്ചവൻ വസ്ത്രം ധരിച്ചും സുബോധം പ്രാപിച്ചും ഇരിക്കുന്നത് കണ്ടു. അത് യേശുവിന് 2000 അല്ല 2,00,000 ഭൂതമായാലും ഒരു പ്രശ്നവുമില്ല. യേശു ഭൂതഗ്രസ്തനെ വിടുവിക്കും. അവൻ വിടുവിക്കുന്നവനാണ്. സിയോനിൽ നിന്നും വിടുവിക്കുന്നവൻ വരും. അതെ, അവൻ വിടുവിച്ചു. ഇനി നാം ചിന്തിക്കുവാൻ തുടങ്ങുന്നത് പരാജയപ്പെടാത്ത യേശുവിനെ നമുക്കെങ്ങനെ പരാജയപ്പെടുത്താം എന്നാണ്. ഒന്നാമതായി ഹവ്വായെപ്പോലെ അവനെ വിശ്വസിക്കാതിരിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 58-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ തൻ്റെ പിതൃനഗരത്തിൽ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബെത്ലഹേമാണ് യേശുവിൻ്റെ പിതൃനഗരമെങ്കിലും കഫർനഹൂം യേശുവിൻ്റെ അഡോപ്റ്റഡ് പിതൃനഗരം എന്ന് അറിയപ്പെടുന്നതിനാലാണ് പിതൃനഗരം എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടത്. ബൈബിൾ ഒരിക്കലും വായിക്കാതിരുന്നാൽ നമുക്ക് യേശുവിനെ തോൽപ്പിക്കുവാൻ കഴിയും. കാരണം യേശു നമ്മോട് സംസാരിക്കുന്നത് ബൈബിളിൽ കൂടി മാത്രമാണ്. നാം ബൈബിൾ വായിച്ചില്ലെങ്കിൽ യേശുവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ യേശു തോറ്റ് നാണം കെടും. ദൈവകൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ നമുക്ക് യേശുവിനെ തോൽപ്പിക്കുവാൻ കഴിയും. കാരണം സാത്താൻ ഏറ്റവും സന്തോഷിക്കുന്നത് നാം ദൈവ കൽപ്പന അനുസരിക്കാതിരിക്കുന്നതിലാണ്. സാത്താൻ്റെ സകല ഉൽപ്പന്നങ്ങളും നമ്മുടെ ഹൃദയമാകുന്ന കമ്പോളത്തിൽ ചിലവഴിക്കുവാൻ നാം ചെയ്യേണ്ടത് ദൈവവചനം അനുസരിക്കാതിരിക്കുക എന്നത് മാത്രമാണ്. യേശു തൻ്റെ ഒരു ഉൽപ്പന്നവും നമ്മുടെ ഹൃദയത്തിൽ ചിലവഴിക്കുവാൻ പറ്റാതെ വരുമ്പോൾ അവൻ തോൽക്കുകയും സാത്താൻ സമ്പന്നനാകുകയും ചെയ്തുകൊള്ളും. നാം ഏത് പാപം ചെയ്താലും സാത്താൻ്റെ മകനും മകളും ആയിത്തീരും എന്നതിനാൽ യേശു തോറ്റ് നാണം കെട്ടുകൊള്ളും. യേശു എപ്പോൾ തോൽക്കുമോ ആ സമയം തന്നെ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ക്കപ്പെടുകയും നരകവാതിൽ നമുക്ക് വേണ്ടി നാം തന്നെ തുറക്കുകയുമാണ് ചെയ്യുന്നതെന്ന് നാം മറക്കരുത്. യേശുവല്ല യഥാർത്ഥത്തിൽ തോറ്റത് നാം ആണെന്ന് നാം മരിക്കുമ്പോൾ മാത്രമേ ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുവരെയും സാത്താൻ തരുന്ന വ്യാജ സന്തോഷത്തിലും വ്യാജ ഭക്തിയിലും വ്യാജ സമാധാനത്തിലും നാം തുള്ളിച്ചാടും. ആകയാൽ നാം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ നാം യേശുവിനെ ലജ്ജിപ്പിക്കുന്നവരോ അതോ അവനെ മഹത്വപ്പെടുത്തുന്നവരോ എന്ന് അനുദിനം ചിന്തിച്ചു കൊള്ളണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുവാൻ തയ്യാറായാൽ യേശു നമ്മെ കണ്ടെത്തുകയും അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴുകയും ചെയ്യും. വ്യാജ ശരണവും വ്യാജ സന്തോഷവും വ്യാജ സമാധാനവും ലോക ഇമ്പങ്ങളിലുള്ള നമ്മുടെ താല്പര്യവും നമ്മിൽ നിന്നും അകന്നു പോവുകയും യേശുവിൽ ഉല്ലസിക്കുവാൻ നമുക്കപ്പോൾ സാധിക്കുകയും ചെയ്യും. അപ്പോൾ മുതൽ നമുക്ക് നമ്മുടെ നാളുകൾ ശരിയായി എണ്ണുവാനും സ്വർഗത്തിലുള്ളത് ചിന്തിക്കുവാനും കഴിയും. ആകയാൽ ക്ഷണികമായി നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് നിത്യജീവനവകാശികളായി തീരാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്
ശരീരത്തിൽ കഷ്ടത അനുഭവിപ്പാനിടവരാതെ അങ്ങ് അവരെ സഹായിക്കണമേ. അവരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.